പിന്നെ അപ്പൊ ഞാൻ വന്നത് നമ്മളെ എരമല്ലൂര് നീലാംബര മണിക്കറ മോളെ പോയി കണ്ടല്ല. അവർക്ക് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അതിനൊരു ഡേറ്റ് ഉടനെ കുറിക്കണം, ഇനി വൈകിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അവർ മുട്ടി നിൽക്കുകയാണ് കല്യാണം നടത്താൻ. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച ഏതെങ്കിലും ഒരു നല്ല ദിവസം അച്ഛനും മോനും ഉചിതമായിട്ട് എനിക്കും സൗകര്യമുള്ളൊരു ഡേറ്റ്. ഇപ്പോൾ ശനി ഞായർ തിങ്കൾ ചൊവ്വ കുഴപ്പമില്ല, പിന്നെ ബുധൻ വ്യാഴം എനിക്ക് പ്രശ്നമില്ല. നിങ്ങളുടെ സൗകര്യം ഒന്ന് നോക്കിക്കോ. ഞങ്ങൾക്ക് ഇപ്പൊ അസൗകര്യം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ആ ആലോചന നടക്കേണ്ട കാര്യം വളരെ കഷ്ടമാണ്. എന്ത് ആ ആലോചന നടക്കില്ല മന്മത. എന്താണ് സത്യ? നിങ്ങൾ തമാശ കളിക്കല്ലേ? ഇത് ഒരു പെൺകൊച്ചിന്റെ ജീവിതം വെച്ച് കളിക്കല്ലേ? എന്താണ് പെണ്ണിന് ഒരു കുറവ്? നല്ല അലുവാക്കട്ടി പോലത്തെ പെണ്ണ്, നല്ല കുടുംബം, നല്ല സമ്പാദ്യം, നല്ല സ്വഭാവം, നല്ല കുടുംബ മഹിമ, ഇതെല്ലാം ഉള്ളൊരു നല്ല പെണ്ണിനെയല്ലേ ഞാൻ നിങ്ങൾക്ക് തന്നത്. പിന്നെ നിങ്ങൾ എന്താ കളിക്കുന്നത്? ശരി തന്നെയാണ്. പിന്നെന്താ യമന് വേറെ എങ്കിലും പെണ്ണുമായിട്ട് ബന്ധമുണ്ടോ? അതാണെങ്കിലും പ്രശ്നമല്ല. നിനക്ക് സർക്കാർ ജോലി കിട്ടുന്നുള്ളതുകൊണ്ട് അതൊന്നും എന്നെ സംബന്ധിച്ചത് പ്രശ്നമല്ല. അല്ല അതൊന്നും അല്ല വിഷയം. പിന്നെ ആദ്യം അങ്ങോട്ട് പറയണത് കേക്ക്. എന്താണ് പറയുക? എനിക്ക് നമ്മളെന്താ വെച്ചാല് ആ ജോലി കിട്ടും എന്നുള്ളൊരു ഉറപ്പ് പറഞ്ഞിരുന്നു. അത് കിട്ടുമല്ലോ. അല്ല അതിനിപ്പോ ചെറിയൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. എന്താണ് പ്രശ്നം? അതിപ്പോ ഇയാള് പരീക്ഷ എഴുതിയപ്പോഴേ തോറ്റിട്ടില്ല. തോൽക്കാതെ പരീക്ഷ എല്ലാ പരീക്ഷ ഇതൊക്കെ എഴുതി കഴിഞ്ഞില്ല. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അവന് അറിയണ കാര്യങ്ങൾ തന്നെയാണ് എല്ലാം. അതെല്ലാം എഴുതി വെച്ച് നോക്കുമ്പോ ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റിൽ വരും പറഞ്ഞതാ. എല്ലാം തെറ്റിയോ? PSC ടെസ്റ്റ് ആണ്. അതിന് എനിക്ക് റാങ്ക് ലിസ്റ്റിൽ വരുന്ന നല്ല ഉറപ്പുണ്ടായിരുന്നു. ഞാൻ എക്സാം കഴിഞ്ഞപ്പോ നല്ല ഉറപ്പുണ്ടായിരുന്നു. ഇതിപ്പോ വന്നിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചെങ്കില് അവര് തന്നിട്ടുള്ള ചോയ്സിൽ 2 ആൻസർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ പേര് അങ്ങനെ ഒരു സംഗതി. അങ്ങനെ കുറെ ആളുകൾ ഒരു പ്രശ്നം ഉണ്ടാക്കി. അത് പിന്നെ വേറെ കുറെ ആളുകൾ ഈ കഴിഞ്ഞ ഏതോ ഒരു ഗൈഡിലുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ പകർത്തി വെച്ചിരിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ പ്രശ്നങ്ങൾ. മൊത്തത്തില് അവരെ ഒരു 10-15 ക്വസ്റ്റ്യൻസ് അവർ റദ്ദ് ചെയ്തു. നമ്മൾ ആൻസർ ചെയ്തത് എനിക്ക് നല്ല ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവര് റദ്ദ് ചെയ്ത്. നിങ്ങൾ ഈ മഴ പെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ കുട വാങ്ങിക്കാൻ പറഞ്ഞ ഞാൻ അവിടെ പോയി എല്ലാം സമ്മതിച്ച് സർക്കാർ ജോലി കിട്ടുമെന്നല്ല ഉറപ്പ് കൊടുക്കുന്നത്. എനിക്ക് റാങ്ക് ലിസ്റ്റിൽ വരുമോന്ന് ഇപ്പൊ എനിക്ക് ഉറപ്പില്ല. അതാ പറഞ്ഞത്. അതെ, അവൻ അറിയാവുന്ന ചോദ്യങ്ങൾക്ക് മുഴുവൻ അവൻ അസലായിട്ട് ഉത്തരം എഴുതിയിട്ടുണ്ട് ഇത്രേ. അപ്പൊ അത് കിട്ടി കഴിയുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ പാസ്സായിട്ടുണ്ടാവും. പാസ്സാവുന്നല്ലേ വിചാരിക്കുക, റാങ്ക് ലിസ്റ്റിലും വരും, അപ്പൊ ജോലിയും കിട്ടും. ഉറപ്പല്ലേ? ഇതിപ്പോ എന്താ വെച്ചാലേ അവന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇത് ചോദ്യങ്ങളുണ്ടല്ലോ അതൊക്കെ അവൻ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ ആ ചോദ്യങ്ങളൊക്കെ ഇപ്പൊ പിൻവലിച്ചു. അവൻ ഏതൊക്കെ ചില ഡൗട്ട് പറഞ്ഞതുണ്ട്, സംശയത്തിന്റെ മുകളിൽ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്, അതൊട്ട് പിൻവലിച്ചിട്ടില്ല. അപ്പൊ ഉറപ്പല്ലേ? പിന്നെ പാസ്സാവോ? ശീതള, ഈ PSCക്ക് ശീതളിനോട് എന്തെങ്കിലും മുൻവൈരാഗ്യം ഉണ്ടോ? അല്ല പിന്നെ ഇങ്ങനെയൊക്കെ പിൻവലിക്കാന്നോ റദ്ദാക്കാന്നൊക്കെ പറഞ്ഞാൽ ഒരാളെ കുടുംബം വെച്ച് കളിക്കുക. ഒരാളല്ലേ ഇപ്പൊ 2 ആൾ. ആ പെണ്ണിന്റെ കുടുംബം അതിന് ഇനിയിപ്പോ ഞാൻ വേറൊരു ചെക്കനെ 2-3 എണ്ണം വന്നാണ് ഇടുക്കിന്ന് കട്ടപ്പനയിൽ നിന്ന് നെടുങ്കണ്ടത്തുനിന്നൊക്കെ വന്ന് നല്ല കേസല്ല. ഞാനിപ്പോ മാറ്റിയിട്ടാണ്. നിങ്ങൾക്ക് ചെറുക്കനൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് ഞാനത് സംസാരിച്ച് വെച്ചതെല്ലാം. അതേന്ന് ഇതിപ്പോ ഞങ്ങളായിട്ട് മുടക്കിയതല്ലോ. ഇതിപ്പോ PSC അത് പിൻവലിക്കാന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ഇവ മാത്രല്ല, എത്ര കുട്ടികൾ അങ്ങനെ പോലെ കേട്ടിട്ടില്ല ചേട്ടാ. അങ്ങനെ തന്നെ പോകുള്ളൂ. ഇനിയിപ്പോ ഞാൻ ജീവിതം മുറം പോലെ ആവും. ഇങ്ങനെ തട്ടി ഇരിക്കാനേ പറ്റും. പെണ്ണിന് മന്മതാ, ഞാൻ വേറൊരു കാര്യം ആലോചിക്കാം. ഇത് ഒഴിവാക്കിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും സംഗതികൾ ആലോചിച്ചാൽ നടക്കുവോ? നിങ്ങൾക്ക് എന്താ പ്രാന്തണ്ട? ഇതെന്താ കന്നാലി കച്ചവടം വിചാരിച്ചിരിക്കണേ? തോന്നുമ്പോ ആലോചിക്കുക, തോന്നുമ്പോ വേണ്ടാന്ന് വെക്ക. കളിക്കുന്നത് നിങ്ങൾ അച്ഛനും മോനോട്. നിങ്ങൾ കുറെ നാൾ ഇവിടെ ഇരുന്ന് ആലോചിക്കുള്ളൂ. പിന്നെ ഒരു കാര്യം, ഞാൻ ഇതുവരെ ചെയ്ത ജോലിക്ക് എന്തെങ്കിലും തരാനുള്ള താല്പര്യമുണ്ടോ? എന്ത് ജോലിക്ക്? അവിടെ പോയി സംസാരിച്ച് എല്ലാം സെറ്റപ്പ് ആക്കി ഞാൻ നിങ്ങളായിട്ട് വേണ്ടാന്ന് വെച്ചല്ലേ? അതെ, ഞാൻ അതിന് ഒരു പ്രാവശ്യം തന്നല്ലോ. എന്ത് തന്നു? ഇതിനൊക്കെ അത് ധാരാളമാണ്. ചേട്ടാ, ചേട്ടന് എന്താണ് ഈ തന്നേക്കാ? എനിക്കൊരു ജോലി എന്തെങ്കിലും കിട്ടട്ടെ. ചേട്ടന്റെ കാശ് എന്താണ് തന്നേക്കാ? ജോലി കിട്ടിയിട്ട് വെറുതെ എന്നെ കൊതിപ്പിക്കല്ലേ. ജോലി കിട്ടിയിട്ട് നീ കല്യാണം കഴിക്കാൻ അത് തന്നെ വെറും വ്യാമോഹമാണ്. നടക്കില്ല. കല്യാണവും നടക്കില്ല, ഒരു കുന്തവും നടക്കില്ല. അതെ, വേറെ വല്ലോടാ കൊണ്ടുപോവാ. ആലോചിക്കാം. ഒന്നും നടക്കണ കാര്യമല്ല. നമുക്ക് വേറെ ഏതെങ്കിലും നോക്കടാ. എന്ത് നോക്കാൻ? ആ തയ്യല് പഠിച്ചിരുന്നെങ്കിൽ ഞാൻ നല്ലൊരു തയ്യൽ അറിയണ ആളാണെന്നെങ്കിലും പറയാറുണ്ട്. അതിന് ഇതിന്റെ മുകളിൽ തൊടിച്ചിട്ടുണ്ടാച്ചാൻ പഠിക്കുന്നു പറഞ്ഞു. നോക്കണ്ട, ശരിയാവും. സർക്കാർ ജോലി ഒന്നും കിട്ടിയിട്ട് തൽക്കാലം കൊണ്ട് കല്യാണം നടക്കില്ല, അതെനിക്ക് ഉറപ്പായി. എന്താ കാര്യം? നിനക്കിത് പറഞ്ഞിട്ട് മനസ്സിലാവണില്ലേ? ഈ PSCയിലൊക്കെ ഒരു മാർക്കിന്റെ വില എന്താന്നറിയാമോ? റാങ്ക് ഒക്കെ അതിലൊക്കെ മാറിപ്പോ.
എന്റെ ചേച്ചി ആകെ ഒരു 15 ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തതിനല്ലേ ഈ കിടന്ന് ബഹളം വെക്കുന്നത്. എടി ആ 15 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ഉത്തരം അറിയാവുന്ന ക്വസ്റ്റ്യനുകളായിരുന്നു. അത് മാത്രമല്ല റെയർ ചോദ്യങ്ങളാ. അതൊക്കെയാണ് ഈ റാങ്ക് തീരുമാനിക്കുന്ന ചോദ്യങ്ങള്. ആ ചോദ്യത്തിന്റെ ഉത്തരവൊന്നും അറിയാത്തവര് പോയി പരാതി കൊടുത്ത് അതെല്ലാം ക്യാൻസലും ചെയ്ത് ആ പ്രതീക്ഷയിൽ ഞാൻ ചേച്ചിക്ക് വേറെ പണിയൊന്നും ഇല്ലാണ്ടാണ് ചേച്ചി ഇത്രയും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കിട്ടേണ്ടതാണെങ്കിൽ കിട്ടും. അങ്ങേര് വിളിച്ചോണ്ടിരിക്കണം. ഫോൺ എടുക്കുക ചേച്ചി. എടി എന്ത് പറയാനാണ്, ജോലി കിട്ടുമെന്നുള്ള ധൈര്യത്തിൽ ഞാൻ വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുകയും ചെയ്ത്. കാര്യം പറ വിളിച്ച്. എടി നിനക്ക് അങ്ങനെ സ്വഭാവം അറിഞ്ഞൂടെ? എന്നെ ചവിട്ടി അരക്കി അവിടെ ഇട്ടോണ്ട്. ഓരോന്ന് പറയുമ്പോ ആലോചിക്കണേ. ഇനി അങ്ങോട്ട് പോകാനും പറ്റില്ല, ജോലിയും കിട്ടില്ല, എന്ത് ചെയ്യുന്ന? ഒരു കാര്യം ചെയ്യ്, എന്നാ PSC ഓഫീസിൽ പോയെന്ന് അന്വേഷിക്ക്. കാര്യം അറിയാലോ നമുക്ക്. അപ്പൊ ശരിയായില്ലേ? അത് മതി. ഈ കിടന്ന് വിഷമിച്ചിട്ട് എന്ത് കിട്ടാനാ? എന്താ പേര് സാറ് വല്ലാണ്ട് ചിന്തിക്കുന്നുണ്ടല്ലോ നിങ്ങള്? ഒന്നുമില്ലേ, ഓരോ ചിന്തകൾ ഇങ്ങനെ വന്നിട്ടേ. എന്താ ടെൻഷൻ? ഇല്ല, ഒന്നുമില്ല. അല്ല, രാഘവേട്ടൻ 2 ദിവസമായിട്ട് ലീവാണല്ലോ, ഇന്നും വന്നില്ലേ? മൂപ്പര് ഒരു ദിവസം ലീവ് എന്നിട്ടാ പോയേ. ഇതിപ്പോ 2 ദിവസമായി. നമ്മൾ ഈ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കാനും പരീക്ഷ നടത്താനും ഒക്കെ ഇരുന്ന് കഷ്ടപ്പെടാൻ നേരത്ത് നമ്മുടെ ഓഫീസിൽ തന്നെ ജോലി ചെയ്യാൻ ആൾ പറ്റില്ലെന്ന് പറഞ്ഞാലേ. സാറേ സ്ലോ ആണ്. നേർച്ചക്ക് വല്ലോണോ? ഈ ഓഫീസിൽ അക്ഷാംശ സ്ഥാനം എവിടെയാന്ന്? എന്താ സാർ? അക്ഷയ സെന്ററാ? അക്ഷാംശ സ്ഥാനം ഈ ഓഫീസിലെ അക്ഷാംശ സ്ഥാനം എവിടെയാന്ന് എന്റെ ശേഖരനെ തിളക്കണം. സുഖമില്ലാത്ത എന്തോ കേസാണ് ചേട്ടാ. ഞാൻ ആനപ്പാപ്പാനാണ്, ശേഖരൻ എന്റെ ആന. ഓം പുറത്തുണ്ട്. അക്ഷാംശ സ്ഥാനം അറിഞ്ഞ അവനെ തളച്ച. അക്ഷാംശ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഇതേ PSCയുടെ ഓഫീസാണ്. അതെ. അപ്പൊ ആനയുടെ പരിപാടി ഇല്ല ഇവിടെ. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഓഫീസിലേക്ക് വന്നത്. എന്താണത്? ഇതെന്റെ ആന, എന്റെ സാധനം. അത് ആനപ്പാപ്പാൻ എടുക്കേണ്ട സാധനമാണ്. അത് ഞാൻ എടുത്തോളും. വനം വകുപ്പിന്റെ PSC പരീക്ഷ ഞാൻ എഴുതി ആനപ്പാപ്പന്റെ തസ്തിക. റാങ്ക് ലിസ്റ്റിലുണ്ട് ആനപ്പാപ്പാന്റെ അല്ലേ? എന്ത് മണ്ട ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ആറ്റത്തിന്റെ ഘടന എന്തിനാണ്? ആറ്റത്തിന്റെ ഘടന ഞാനും എന്റെ ആരും അറിഞ്ഞിരിക്കുന്നത്. തണ്ണീർമുക്കം പണ്ട് ഏത് കായെല്ലാം സ്ഥാപിച്ചു. നാളെ പോയിട്ട് കുളിക്കാതെ എന്റെ ആന കിടക്കും.